അപ്പോൾ വെൽക്കം ഗൈസ്, നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാൻ പോവാണ്. ഇന്ന് രാവിലെ അല്ല, ഉച്ചയ്ക്ക് എണീറ്റ് വന്നപ്പം ഒരു എന്ത് കഴിക്കുന്നുള്ളൊരു ഡൗട്ട് വന്നു. അപ്പം നമ്മൾ തീരുമാനിച്ചത് മസാല ദോശ ഉണ്ടാക്കാമെന്ന്. അപ്പം മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേര് സെറ്റായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ന് മസാല ദോശ ഉണ്ടാക്കുന്നത് രണ്ടുപേര് ഏറ്റിട്ടുണ്ട്. ഷെഫ് മുഹമ്മദ് ഇലിയാസ് ആൻഡ് ഷെഫ് വിമൽ വിജയകുമാർ. അടിപൊളിയായിട്ട് ഉണ്ടാക്കൂലേ? പൊടിക്കില്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കി വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ ഷെഫ് സവാള അരിഞ്ഞു തുടങ്ങി. ഉരുളക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങാനായിട്ട് ഇട്ടു. ഉറക്കത്തിൽ നീട്ടി നിന്ന് ഒരുത്തൻ ഇതെന്ത് സംഭവം എന്നുള്ള രീതിയിൽ വന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഓക്കെ, മാവൊക്കെ നമ്മൾ ഓൾറെഡി മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പിട്ട് സെറ്റാക്കി എടുക്കുന്നു. ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തു. അപ്പോൾ അതിൻ്റെ തോല് പൊളിച്ച് നമുക്ക് ഇതിന് വേണ്ടി മസാലയ്ക്ക് വേണ്ടി റെഡിയാക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പൊട്ടറ്റോ മാഷ് ചെയ്തെടുക്കുകയാണ് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു അപ്പോൾ നമ്മൾ എന്തൊക്കെ സാധനം എടുത്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരുത്തിനെ ഏൽപ്പിച്ചതാണ്. അവനാണ് ക്യാമറയുടെ മുമ്പിൽ കിടന്ന് ചിരിച്ച് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പോയത്. മസാല ദോശയ്ക്ക് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കാം. മസാല റെഡിയാക്കുന്നതിന് നമ്മൾ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു നമ്മുടെ പാത്രത്തിലോട്ട്. ഇനി നമ്മൾ കടുക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഒരു വലിയ സവോളയാണ്, ഒരു 4-5 പച്ചമുളക്. വലിയ സവാള ആയതുകൊണ്ടാണ് നമ്മൾ ഒരെണ്ണം എടുത്തത്. ഇനി നമുക്ക് കുറച്ച് ഉപ്പിടാം. കുറച്ച് മതി. യെസ്. ഇനി നമുക്ക് കുറച്ചു നേരം മൂടി വെക്കാം, സവോള ഒന്ന് വരണ്ട് വരാൻ. നമുക്കിനി സവോള വഴണ്ടോ ഇല്ലെന്ന് നോക്കാം. സവോള ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി മസാലയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഇതായിട്ടില്ല, നമുക്ക് കുറച്ചു നേരം കൂടെ ഒന്ന് മൂടി വെക്കാം. ഇനി അടുത്ത് എന്താണ് ഇടുന്നത്? അതെ, അപ്പം നമ്മൾ കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് നമ്മുടെ മെയിൻ ഐറ്റമായ മസാല. അതെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അകത്തോട്ട് നൈസായിട്ട് അപ്പൊ ഇപ്പൊ നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് അത് കഴിഞ്ഞിട്ട് അത് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നു. റെഡി അപ്പൊ നമ്മുടെ മസാല സെറ്റായി. ഇനി നമുക്ക് ദോശ ചൂടാം. ദോശ അപ്പം നമ്മളിനി പാൻ വെക്കാൻ പോവാണ് ദോശ ഇടാൻ വേണ്ടിയിട്ട്. മെയിൻ ഷെഫ് മുഹമ്മദ് ഇലിയാസ് ആണ് നമ്മുടെ. ഓക്കെ, അപ്പം നമ്മുടെ പാൻ ചൂടായി. ഇനിയിപ്പം നൈസായിട്ട് നമുക്കൊന്ന് എണ്ണ തേച്ചെടുക്കാം. സെറ്റാക്കാൻ പോകുന്നു ദോശ. നമ്മുടെ ഫസ്റ്റ് ദോശ ഉണ്ടാക്കുന്നത് മുഹമ്മദ് ഇലിയാസ്. ഫസ്റ്റ് ദോശയല്ല, എല്ലാ ദോശയും അവൻ തന്നെയാണ് ഉണ്ടാക്കിയത്. വേറൊരാൾ ഉണ്ടാക്കാൻ കൂടാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഒരെണ്ണം പോലും ഉണ്ടാക്കിയിട്ടില്ല. ദോശയായാലും നാട്ടിലൊക്കെ നല്ല തട്ടുകറിയിൽ ദോശ കഴിക്കുന്നത് നഷ്ടമായിരുന്നു. ഓക്കെ, സെറ്റ്. അപ്പോൾ ദോശ ഞങ്ങളുടെ ചെറിയ പാനാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇത് സാധനം എടുക്കുക, മഞ്ഞ സാധനം നെയ്യ്. അപ്പം നെയ്യ് അതിൻ്റെ മുകളിൽ കൂടെ നൈസായിട്ട് ഇട്ട് കൊടുക്കുന്നു. ഇനിയോ മസാല ഇടണം. അപ്പോൾ ഇനി അതിൻ്റെ അകത്തോട്ട് നമ്മൾ കുറച്ച് മസാല സെറ്റാക്കുന്നു. ഓക്കെ, മസാല ഇട്ടിട്ട് ഇനി എന്താ ചെയ്യുന്നത്? ആയോ, സെറ്റായോ? ഈ ദോശയ്ക്ക് വേണ്ട ചമ്മന്തി നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. ചമ്മന്തി അരയ്ക്കാം. ദോശയൊക്കെ ഓൾറെഡി ഏകദേശം സെറ്റായിട്ടുണ്ട്. നമ്മുടെ ദോശയൊക്കെ മെയിനായിട്ട് ഉണ്ടാക്കിയ ആൾ
ഷെഫ് മുഹമ്മദ് ഇലിയാസ്. ഇനി നമ്മുടെ ദോശ ടേസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് യദുകൃഷ്ണൻ ആൻഡ് വിമൽ വിജയകുമാർ. ഏത് ടേസ്റ്റ് ചെയ്യാണ്? മസാല കൂട്ടി എടുക്കും, മസാല കൂട്ടി എടുക്കും. മസാല കൂട്ടി നടക്കുന്നെടുക്ക. നമ്മള് ഇതെന്താടാ ചമ്മന്തി ഇതിനെല്ലാം എങ്ങനെയുണ്ട്? അടിപൊളി സാധനമാണ്. ഇനി അടുത്ത ടേസ്റ്റ് ചെയ്യുന്ന ആള് വിമൽ വിജയകുമാറാണ്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ചമ്മന്തി കുറച്ചും കൂടെ ഉപ്പുണ്ടെങ്കിൽ നല്ലതാണ്. ഷെഫിനുള്ള നിർദ്ദേശങ്ങൾ. അടിപൊളി സാധനമല്ലേ? ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ഇനി നമ്മൾ ഉണ്ടാക്കിയ ആളോട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാൻ പോവാണ്. എങ്ങനെയുണ്ട് ഷെഫേ കഴിച്ചിട്ട്? നല്ലതാണോ? അപ്പോൾ ഞാൻ മസാല ദോശയൊക്കെ കഴിച്ചു. അടിപൊളി മസാല ദോശയായിരുന്നു. കുറേ നാൾക്ക് ശേഷമാണ് മസാല ദോശയൊക്കെ കഴിക്കുന്നത്. അതിൻ്റെ സന്തോഷം. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഉണ്ടായ ഒരു ഐഡിയ ആണ് മസാല ദോശ ഉണ്ടാക്കാന്നുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഉണ്ടാക്കി മസാല ദോശയൊക്കെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.